ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല ഈ പരിശുദ്ധമായ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ സുഖലോക സ്വർഗത്തിലും അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ പൊരുത്തപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നല്ലത് പ്രവർത്തിക്കാനും, നല്ലത് മനസ്സിലാക്കാനും, നല്ലത് ചിന്തിക്കാനും, നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബിജായി ഹബീബിക സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞതായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അല്ലാഹു തആല വെടിയാൻ പറഞ്ഞതായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ വർജിക്കുകയും ചെയ്താലാണ് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്കവിടെ വിജയം നിർബന്ധമാവുകയുള്ളൂ. പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളെ ആരെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ, നല്ല ചര്യകൾ ആരെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ, ഈ സുന്നത്തായ കാര്യങ്ങൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ, പരിശുദ്ധ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉണ്ട്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. പരിശുദ്ധ ഇസ്ലാമിൽ നല്ലതായ മാർഗത്തിനെ ആരെങ്കിലും കൊണ്ടുവരികയും ആ മാർഗം കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ചെയ്യുകയും ചെയ്താൽ ആ ചെയ്ത ആളുകളുടെ പ്രതിഫലവും അവൻ സ്വന്തമായി ചെയ്താലുള്ള പ്രതിഫലവും അവനിക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ ഇത്തരം സദസ്സുകളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ആർക്കെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകളെ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണല്ലോ ഇത്തരം മജ്‌ലിസുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നന്മയല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി അതിനുവേണ്ടി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തൊരു കാര്യമാണ്. നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, തെറ്റായ കാര്യങ്ങളാണെങ്കിൽ, ഇസ്ലാമിന് നിരക്കാത്തതായ കാര്യങ്ങളാണെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടപ്പാടാണ്. അപ്പോ ഇസ്ലാമിന് നിരക്കാത്തതായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ഇത്തരം സദസ്സുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഇൽമ് ഒരാൾ അവന്റെ ജീവിതത്തിൽ പഠിച്ചെടുത്ത് പകർത്തിയെടുക്കുകയാണെങ്കിൽ അതവനിക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും ദുനിയാവിലുള്ള സകലമായ വസ്തുക്കളെക്കാളൊക്കെ ഖൈറാണെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താണ് ലക്ഷ്യമെന്ന് നാം ഓരോരുത്തരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ ഇത്തരം സദസ്സുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന, എല്ലാവർക്കും വിശാലമായി മനസ്സിലാക്കി കഴിഞ്ഞതായ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. എങ്കിലും ആരുടെയെങ്കിലും ശ്രദ്ധയിൽ നിന്ന് ഇത്തരം വിഷയങ്ങള് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, അശ്രദ്ധവാന്മാരായി പോയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് തട്ടി ഉണർത്തുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അത് മനസ്സിലാക്കി അവൻ മറ്റൊരുത്തിന് പറഞ്ഞു കൊടുത്ത് അതെങ്ങനെ മറ്റുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴല്ലേ ഇസ്ലാം ഇങ്ങനെ പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിന്റെ ഒരു ഭാഗമായി കൊണ്ടാണ് നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഇസ്ലാമിന്റെ ചെറിയതായ വിഷയങ്ങള് നമ്മൾ ചെറിയ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഫിഖഹിന്റെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ പറയുമ്പോൾ അഗാധമായ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. പക്ഷെ അതിനെ പറ്റിയൊരു വേദിയല്ലാത്തത് കൊണ്ട്, അതിനെ പറ്റിയൊരു സമയമല്ലാത്തത് കൊണ്ട് വളരെ ചുരുക്കി വിഷയങ്ങൾ അവതരിപ്പിച്ച് നമ്മൾ അവസാനിപ്പിക്കാറാണ് പതിവ്. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞത് പരിശുദ്ധ ഇസ്ലാമിന്റെ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഒന്നാമത്തതായ ചെറിയ അശുദ്ധികളിൽ നിന്നും വലിയ
അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക എന്ന പാഠത്തിന്റെ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ള മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏറെക്കുറെയൊക്കെ വളരെ ചുരുങ്ങിയതായ രൂപത്തിൽ വുദൂഇന്റെ പരിപൂർണമായ രൂപമൊക്കെ നമ്മൾ ഒരു ചെറിയ രൂപത്തിലേക്ക് നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി. അല്ലാഹു തആല അതനുസരിച്ച് അമൽ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വുദൂഇന്റെ രൂപങ്ങള് പരമാവധി അവസാനം വരെ നമ്മൾ പറഞ്ഞു വെക്കുകയുണ്ടായി. അങ്ങനെ വുദൂ കഴിഞ്ഞാൽ വുദൂഇന്റെ ശേഷം ഒരു ദുആ ചെയ്യാറുണ്ട്. നമുക്കൊക്കെ അറിയുന്നതാണ്. അഊദു ബിസ്മിൽ ജല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين എന്ന് തുടങ്ങുന്നതായ ദുആഇനെ നമ്മളൊക്കെ സാധാരണ വുദൂഇന് ശേഷം ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് ദുആ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ പതിവാക്കണം. ഇത് ഞാൻ ഇന്ന് ഉണർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച പറയാൻ വിട്ടുപോയതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് മഹാനായ ഉഖബത്ത് ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായ ഹദീസ് ഉണ്ട്. ബഹുമാനപ്പെട്ട ഉഖബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനത് അലൈനാ റിആയത്തുൽ ഇബൽ, ഞങ്ങൾക്ക് ഒട്ടകങ്ങളെ മേയ്ക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ഒട്ടകത്തെ മേച്ച് നടക്കുന്നതായ ആളുകളായിരുന്നു. ഒരു സമയത്ത് ഞാൻ ഒട്ടകത്തിനെ മേൽക്കാൻ പോയാൽ അടുത്ത സമയത്ത് മറ്റൊരാളാണ് പോവാറ്. ഇങ്ങനെ ഞങ്ങളൊക്കെ ഒട്ടകത്തിനെ മേൽക്കുന്നതിനിടയിൽ നമ്മള് എന്റെ മഹാനായ പറയുകയാണ്, എന്റെ ഊഴമെത്തിയപ്പോ വൈകുന്നേരത്തുള്ള ഭക്ഷണവുമായിട്ട് ഞാൻ ഒട്ടകത്തെ മേയ്ക്കാൻ വേണ്ടി ചെന്നു. ഈ സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ അവിടെ ചെന്നപ്പോ തങ്ങൾ ജനങ്ങളോട് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെനിക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ നിബിതങ്ങളെ സംസാരത്തിനിടയിൽ ഒരു വാക്ക് പറഞ്ഞത് ഞാൻ കേൾക്കുകയുണ്ടായി. ഒരാളൊരു മനുഷ്യൻ വുദൂ ചെയ്തുകൊണ്ട് അവന്റെ വുദൂഇനെ പരിപൂർണമായ രൂപത്തിൽ ചെയ്ത് അവൻ ആ വുദൂഇന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. അവന്റെ ഹൃദയം കൊണ്ട്, അവന്റെ വജഹ് കൊണ്ട്, അവന്റെ മുഖം കൊണ്ട് അല്ലാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ആരെങ്കിലും 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മുത്തുനബി തങ്ങൾ പറഞ്ഞത് ഒരാൾ വുദൂ ചെയ്തു എന്ന് മാത്രമല്ല, ഫയുഹ്സിനു വുദൂഅഹു, അവന്റെ വുദൂഇനെ നന്നാക്കി നമ്മൾ പഠിച്ചെടുത്ത രൂപത്തിൽ പരിപൂർണമായി വുദൂ ചെയ്തിട്ട് അവസാനം 2 റക്അത്ത് വുദൂഇന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്താൽ ഇല്ലാ വജബത ലഹുൽ ജന്ന, അവനിക്ക് സ്വർഗ്ഗം നിർബന്ധമായിട്ടല്ലാതെ ഇല്ല. അതായത് അവനിക്ക് സ്വർഗ്ഗം നിർബന്ധമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉഖബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മാ അജ്വദ ഹാദിഹി, വല്ലാത്തൊരു അത്ഭുതം തന്നെ, ഇത്രയേറെ മഹത്വമുള്ളതായ കാര്യം എന്താണ് ഈ കേൾക്കുന്നത് എന്ന് പറഞ്ഞ അത്ഭുതത്തോടുകൂടെ ഞാൻ പറഞ്ഞപ്പോ ബാക്കിൽ നിന്നൊരു സഹാബി പറയുകയാണ്, അല്ലത്തി ഖബ്ലഹാ അജ്വദ്, ഇതിന്റെ മുമ്പും ഇതിനേക്കാൾ പുണ്യമായത്, ഇതിനേക്കാൾ നല്ലതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോ ഞാൻ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കി, ആരാണ് ഈ പറയുന്നത്? ആ സമയത്ത് അവിടെ നിൽക്കുന്നത് ഞാൻ ബാക്കിലേക്ക് നോക്കിയപ്പോ ഉമർ, അവിടെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ എന്നവർ പറഞ്ഞു, ഇന്നി ഖദ് റഅയ്തുക ജിഅത ആരിഫ, ഉഖബ, ഞാൻ നിന്നെ കണ്ടു, നീ ഈ സമയത്ത് വന്നിട്ടില്ലേ ഉള്ളൂ, തൊട്ടടുത്ത സമയത്താണല്ലോ നീ വന്നത്. ഇതിന്റെ മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനേക്കാൾ പുണ്യമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുകയുണ്ടായി, ആരെങ്കിലും വുദൂ എടുക്കുകയും വുദൂഇനെ പരിപൂർണമായ രൂപത്തിൽ ആരെങ്കിലും ചെയ്താൽ, മറ്റൊരു റിവായത്തിൽ, മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത് എന്നാണ്. അതായത് വുദൂഇനെ പരിപൂർണമായ രൂപത്തിൽ ചെയ്തു, എന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു
ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ യദ്ഖുലു മിൻ അയ്യിഹിമാ ശാഅ. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും വുളൂ ഒക്കെ പരിപൂർണമായ നിലയ്ക്ക് ചെയ്തിട്ട് ഖിബിലക്ക് മുന്നിട്ട് രണ്ട് കൈകൾ ഉയർത്തി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതായ ദുആ ചെയ്താൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളെ അവനിക്ക് തുറക്കുന്നതാണ്. എന്നിട്ട് വയദ്ഖുലു മിൻ അയ്യിഹാ ശാഅ, ആ 8 കവാടങ്ങളിൽ നിന്ന് ഏതിലൂടെയാണ് അവൻ ഉദ്ദേശിച്ചതെങ്കിൽ ആ കവാടത്തിലൂടെ അവനിക്ക് പ്രവേശിക്കാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് വുദൂഇന് ശേഷമുള്ളതായ ദുആഇനെ നമ്മൾ പതിവാക്കണം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളത് ഒഴിവാക്കാൻ പാടില്ല. കാരണം നമ്മൾ അശ്രദ്ധവാന്മാരായി പോകുന്ന വിഷയങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ വിഷയത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു വന്നാൽ ഒരുപാട് അനുഗ്രഹങ്ങളാണ്, ഒരുപാട് പ്രതിഫലങ്ങളാണ് നമുക്കതിന്റെ മേഖല കിട്ടാനുള്ളത്. അതുപോലെ തന്നെ വുദൂഇന് ശേഷം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന സൂറത്തിലെ ഓതലും പ്രത്യേകമായ സുന്നത്താണെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ വുദൂഅൊക്കെ കാമിലായ രൂപത്തിൽ ചെയ്ത് അതിനുശേഷം ദുആ ചെയ്ത് സൂറത്തുൽ ഖദർ ഓതി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഗുണമായിരിക്കും. അല്ലാഹു തആല അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം ഇതിൽ ഉണർത്താനുള്ള ഞാൻ ചുരുക്കി പറയുകയാണ്. അതുപോലെ നമ്മുടെ ചെറിയ അശുദ്ധി ഉണ്ടായാലല്ലേ നമ്മൾ വുദൂ ഒക്കെ ചെയ്യാറുള്ളത്. വുദൂ ചെയ്യല് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനാണ്. വെറുതെ വുദൂ ചെയ്യൽ സുന്നത്തുണ്ട്. ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വുദൂ ചെയ്യൽ സുന്നത്തുണ്ട്. കിടന്നിറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ചെറിയ അശുദ്ധി ഉണ്ടായാൽ വുദൂ ചെയ്യാതെ ശരിയാവാത്ത കുറെ കാര്യങ്ങളുണ്ട്. ചെറിയ അശുദ്ധി ഉണ്ടാവാനുള്ള കുറെ കാരണങ്ങളുണ്ട്. ഞാനൊന്ന് ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്കൊക്കെ അറിയുന്നതാണ് ചെറിയ അശുദ്ധി ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഇസ്ലാം നമ്മളെ 4 കാര്യങ്ങളിലായിട്ടാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്, ഒരു മനുഷ്യന്റെ മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ മനിയല്ലാത്ത, മനി പുറപ്പെട്ടാൽ കുളിക്കണം, അത് വലിയ അശുദ്ധിയാണ്, ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് പറയാം. മനിയല്ലാത്ത വല്ല വസ്തുക്കളും പുറപ്പെട്ടാൽ വുദൂ ചെയ്യൽ നിർബന്ധമാണ്. വിഷയം വിശാലമാണ്, നമുക്കൊക്കെ സാധാരണ അറിയുന്നതുമാണ്, ഞാൻ ചുരുക്കുകയാണ്. അതുപോലെ രണ്ടാമതായി ബുദ്ധിയുടെ വകതിരിവ് നീക്കുക. ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെടൽ കൊണ്ടൊക്കെ ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെട്ടാൽ വുദൂ മുറിയുന്നതാണ്. അതുപോലെ മനുഷ്യന്റെ മുൻകൈ കൊണ്ട് മുഖ്യഭാഗത്തിന് സ്പർശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, ഇദാ മസ്സ അഹദുകും ദക്കറഹു ഫല്യതവല്ലഹ്, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവന്റെ ദക്കറിനെ, അവന്റെ ലിംഗഭാഗത്തിന് തൊടുകയാണെങ്കിൽ ഫല്യതവല്ലഹ്, അവൻ വുദൂ ചെയ്തു കൊള്ളട്ടെ. മറ്റൊരു റിവായത്തിലുണ്ട്, മമ്മസ്സ ഫർജഹു ഫല്യതവല്ലഹ്, ആരെങ്കിലും അവന്റെ മുഖ്യഭാഗത്തിനെ സ്പർശിച്ചാൽ, അവന്റെ മുൻകൈയിന്റെ പള്ള കൊണ്ട് തൊട്ടാൽ ഫല്യതവല്ലഹ്, അവൻ വുദൂ ചെയ്തു കൊള്ളട്ടെ. അപ്പോ മനുഷ്യന്റെ മുൻകൈയിന്റെ പള്ള കൊണ്ട്, മറ്റുള്ള ഭാഗങ്ങളെ കൊണ്ടല്ല, പള്ള കൊണ്ട് മുഖ്യഭാഗത്തിനെ തൊട്ടാൽ അവന്റെ വുദൂ നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ നാലാമത്തത്, വലിയവരായ അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ ചേരലാണ്. അതായത് അങ്ങനെ പറഞ്ഞാൽ ചെറിയ കുട്ടികൾ തമ്മിലല്ല, വലിയവരായ ആളുകൾ, വലിയവരുമാവണം അന്യരുമാവണം. അന്യരെന്ന് വെച്ചാൽ നമ്മുടെ ഉമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാരെ തറവാട് ബന്ധം കൊണ്ടോ അല്ലെങ്കിൽ മുലകുടി ബന്ധം കൊണ്ടോ 8 ബന്ധങ്ങളെ കൊണ്ടൊക്കെ വിവാഹ ബന്ധം നിഷിദ്ധമായ ആളുകൾ ഉണ്ടാവും. നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളുകൾ, നമ്മുടെ സ്വന്തം പെങ്ങന്മാർ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഇങ്ങനത്തെ ആളുകൾ തൊട്ടാലൊന്നും വുദൂ മുറിയൂല. അതാണ് അന്യരായ, വലിയവരായ അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാലാണ് വുദൂ മുറിയുന്ന നാലാമത്തെ കാര്യം. അതിൽ തന്നെ നമ്മുടെ മുടി, അതുപോലെ തന്നെ പല്ല്, നഖങ്ങള്, ഇങ്ങനെ കണ്ടാൽ ആശിക്കപ്പെടാത്തതായ, നമ്മൾ ആസ്വദിക്കാൻ പറ്റാത്തതായ ഈ ഭാഗങ്ങളിലൊന്നും തൊട്ടാൽ വുദൂ മുറിയില്ല എന്നും പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന്, ഒരു മനുഷ്യന്റെ മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ മനിയല്ലാത്ത വല്ല വസ്തുവും പുറപ്പെടുക,
അതുപോലെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക, അതുപോലെ മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ മുഖ്യഭാഗത്തിന് സ്പർശിക്കുക. നാലാമതായി വലിയവരായ അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. അതോടൊപ്പം തന്നെ ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടെ ചില വിഷയങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഉദവ് ചെയ്യൽ നിർബന്ധമാണ്. ഉദവില്ലാത്ത ആളുകൾക്ക് പാടില്ലാത്ത കാര്യങ്ങൾ, അതും ചുരുക്കി പറഞ്ഞ് ഉദവുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നത്തോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ആ കാര്യങ്ങള്? ഒന്ന് നിസ്കാരമാണ്. നിസ്കരിക്കണമെങ്കിൽ ഉദവ് വേണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ടല്ലോ, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത അഹദികും ഇദാ അഹ്ദസ ഹത്താ യതവല്ല. ഒരു മനുഷ്യൻ ചെറിയ അശുദ്ധിക്കാരനായാൽ വുദൂ ചെയ്യുന്നത് വരെ അവന്റെ നിസ്കാരം സ്വീകാര്യമല്ല. ഇനി വുദൂ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിന്റെ മറ്റു മാർഗങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അപ്പോ നിസ്കരിക്കണമെങ്കിൽ വുദൂ നിർബന്ധമാണ്. മയ്യിത്ത് നിസ്കാരത്തിന് വരെ വുദൂ ചെയ്യണം. വുദൂ ഇല്ലാത്ത ആളുകൾ ഒരിക്കലും നിസ്കരിക്കാൻ പാടില്ല. രണ്ടാമതായി തവാഫ് ചെയ്യുക. മസ്ജിദുൽ ഹറാമിൽ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് നമ്മളൊക്കെ തവാഫ് ചെയ്യാറുണ്ട്. തവാഫ് ചെയ്യുന്ന നിസ്കാരം പോലെ തന്നെയാണ്. പക്ഷേ വ്യത്യാസമുള്ളത് നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല. തവാഫിൽ സംസാരിക്കാം. സംസാരിക്കുകയാണെങ്കിൽ ഖൈറായ നന്മയായ കാര്യങ്ങളല്ലാതെ അവിടെ സംസാരിക്കാനും പാടില്ല. അപ്പൊ തവാഫ് ചെയ്യണമെങ്കിൽ വുദൂ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫിന് വേണ്ടി വുദൂ ചെയ്തിരുന്നു എന്ന് ഹദീസുകളിലൊക്കെ നോക്കിയാൽ കാണാം. അതുപോലെ മൂന്നാമത്തെ കാര്യം സുജൂദ് ചെയ്യലാണ്. തിലാവത്തിന്റെ സുജൂദ്, ഓത്തിന്റെ സുജൂദ്, അതുപോലെ ശുക്രന്റെ നന്ദി പ്രകടനത്തിന്റെ ഭാഗമായിട്ടുള്ള സുജൂദ് ഇൻഷാ അല്ലാഹ് മറ്റു സമയങ്ങളിൽ പറയാം. ഇങ്ങനത്തെ സുജൂദുകൾക്ക് നമ്മൾ വുദൂ ചെയ്യൽ നിർബന്ധമാണ്. അതുപോലെ ജുമുഅയുടെ ഖുതുബക്ക്, ഖുതുബത്തുൽ ജുമുഅ, ജുമുഅയുടെ ഖുതുബക്ക് നമ്മൾ വുദൂ ചെയ്യൽ നിർബന്ധമായ കാര്യമാണ്. അതുപോലെ മുസ്ഹഫിനെ തൊടാനും പരിശുദ്ധ ഖുർആനിനെ തൊടാൻ, പരിശുദ്ധമായ ഖുർആനിനെ ചുമക്കാനൊക്കെ വുദൂ ഉണ്ടാവൽ നിർബന്ധമാണ്. ശുദ്ധിയില്ലാതെ പരിശുദ്ധ ഖുർആനിനെ തൊടാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വുദൂഇന്റെ പരിപൂർണമായ രൂപം നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി. അതുപോലെ വുദൂ മുറിയുന്ന കാര്യങ്ങൾ, വുദൂഇനാൽ വുദൂ ഇല്ലാത്ത ആളുകൾക്ക്, അതായത് ചെറിയ അശുദ്ധിയുള്ളതായ ആളുകൾക്ക് നിഷിദ്ധമായ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലൊക്കെ പകർത്തിയെടുക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ പ്രശ്ന പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ റബ്ബേ. വിഷമകരമായ അവസ്ഥകളെ തൊട്ട് നീ കാവലാകണേ അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർക്ക് നീ ശിഫയും സലാമത്തും നൽകണേ റബ്ബേ. ഹോസ്പിറ്റലുകളിലും മറ്റും അഡ്മിറ്റായ രോഗികളുടെ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാറ്റിനും നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നീ ഖൈറായ രൂപത്തിലാക്കി തരണേ അല്ലാഹ്. എല്ലാറ്റിനും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. നാഫിയായ ഇൽമ നൽകണേ അല്ലാഹ്. ഞങ്ങൾ പഠിച്ചെടുത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിയെടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനെ, ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. അപകടങ്ങളെ തൊട്ട് നീ കാവലാകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ പള്ളി വളപ്പുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവരുടെയൊക്കെ ഖബറുകളെ നീ സ്വർഗ്ഗമാക്കി കൊടുക്കണേ റബ്ബേ. സാധുക്കളായ ഞങ്ങളുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ മാപ്പ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിബറകതി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.